കാസർഗോഡ് കുമ്പള ദേശീയപാതയിൽ താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മാണത്തിനെതിരെ വൻ ജനകീയ പ്രതിഷേധം. സമരത്തിന് നേതൃത്വം നൽകിയ മഞ്ചേശ്വരം MLA അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ടോൾ ഗേറ്റ് പരിസരത്ത് സമരക്കാരെ പോലീസ് തടഞ്ഞത് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിന് ഇടയാക്കി. ദേശീയപാത നിയമപ്രകാരം 60 കിലോമീറ്റർ കഴിഞ്ഞു മാത്രമേ മറ്റൊരു ടോൾ ഗേറ്റ് പാടുള്ളൂവെന്ന ചട്ടം ലംഘിച്ചുകൊണ്ട് കുമ്പള ആരിക്കാടിയിൽ താൽക്കാലികമായി പണിയുന്ന ടോൾ ഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തിയ ബഹുജന മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരും വരെ നിർമ്മാണങ്ങൾ നടത്തില്ലെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കരാർ കമ്പനി വീണ്ടും ടോൾ ഗേറ്റ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതാണ് വൻ ജനകീയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ബഹുജന മാർച്ച് ടോൾ ഗേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ ദേശീയപാതയിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം തുടരുമെന്ന മുന്നറിയിപ്പ് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ 22 കിലോമീറ്റർ എന്നും ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പൊറപ്പിക്കില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ അധ്വാനവും നിങ്ങൾ ഏത് രീതിയിലാണ് ദുംസനം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. ടോൾ ഗേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാന അതിർത്തിയിലുള്ള തലപ്പാടി ടോൾ ഗേറ്റിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായാണ് മാനദണ്ഡങ്ങൾ മുഖവിലക്കെടുക്കാതെ കരാർ കമ്പനി താൽക്കാലിക ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. സമരത്തിന് നേതൃത്വം നൽകിയ മഞ്ചേശ്വരം MLA AK മഷറഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, കാസർഗോഡ്.